And although he's not in her. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ഇൻകം ഫ്രം സാലറിയിൽ ലീവ് എൻകാഷ്മെൻ്റ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ, സിറ്റുവേഷൻസ് എങ്ങനെയാണ് വരുന്നത്, അത് പ്രോബ്ലത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ ലീവ് എൻകാഷ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇഫ് എൻ എംപ്ലോയി ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഏൺഡ് ലീവ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എംപ്ലോയിക്ക് ഏൺഡ് ലീവ്സ് വരുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഹി ക്യാൻ യൂസ് ഇറ്റ് ഇൻ 2 ways, രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. വൺ, ഹി ക്യാൻ ടേക്ക് ലീവ് ലൈക്ക് അതർ ലീവ്സ്, ആ ലീവ് നമുക്ക് നോർമൽ ലീവ് പോലെ എടുക്കാം. 2, the employee can surrender his earned leave and get salary for the period. അല്ലെങ്കിൽ ആ പീരീഡിൽ ആ ലീവ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ സാലറി അത് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് സാലറി കിട്ടും. എന്നുവെച്ചാൽ ഒരാൾക്ക് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും ലീവ്സ് നമുക്ക് എന്തായാലും എടുക്കാമെന്നുണ്ട്. അപ്പോൾ ആ ലീവ് എടുത്തില്ലെങ്കിൽ നമുക്ക് അതിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് ലീവ് എൻകാഷ്മെന്റ്. ഇതിനാണ് നമ്മൾ ലീവ് എൻകാഷ്മെന്റ് എന്ന് പറയുന്നത്. ലീവ് എൻകാഷ്മെന്റ് റിസീവ് ഡ്യൂറിംഗ് ദ സർവീസ് ഓഫ് ദ എംപ്ലോയി ഈസ് ഫുള്ളി ടാക്സബിൾ. ഒരാൾ സർവീസിലിരിക്കുന്ന സമയത്ത് തന്നെ ലീവ് എൻകാഷ് ചെയ്യുകയാണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നോക്കണം, ഡ്യൂറിങ് സർവീസിന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കാൽക്കുലേഷൻ ഒന്നുമില്ല, അത് ഫുള്ളി ടാക്സബിൾ ആണ്. തന്നിരിക്കുന്ന എമൗണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ ടാക്സബിൾ ആയിട്ട് കാണിക്കാം. ഇനി അങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ലീവ് എൻകാഷ്മെന്റ് റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ടൈമിലാണ് നമ്മൾ ലീവ് എൻകാഷ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻസ് വേറെയാണ്. ഇറ്റ് ഈസ് എക്സം ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ദ ഫോളോയിങ്. അത് എങ്ങനെയാണ് എക്സംപ്റ്റ് ആവുന്നത് നോക്കാം. ഗവൺമെന്റ് എംപ്ലോയി ആണ് ഇങ്ങനെ റിട്ടയർമെന്റ് ടൈമിൽ ലീവ് എൻകാഷ് ചെയ്യുന്നെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയിയുടെ കേസിലാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് 0 ആണ് വരുന്നത്. കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നമ്മൾ നോക്കേണ്ടത് ലീവ് എൻകാഷ്മെന്റ് ഡ്യൂറിങ് ദ സർവീസ് ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്. അതിന് ലീവ് എൻകാഷ്മെന്റ് റിട്ടയർമെന്റ് ടൈമിലാണെങ്കിൽ അത് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ബാക്കി സിറ്റുവേഷൻസും കൂടി നോക്കാം. ഇനി ഇതല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എന്ന് വെച്ചാൽ ഗവൺമെന്റ് എംപ്ലോയി അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെ വരുന്നത് നോക്കാം. അതിൽ ദ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ് എക്സംപ്റ്റഡ് ആയിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ താഴെ കണ്ടീഷൻസിൽ ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അത് എക്സംപ്റ്റഡ് ആയിരിക്കും. അതിൽ ഒന്നാമത്തെ നോട്ടിഫൈഡ് ലിമിറ്റ് തന്നിരിക്കുന്നത്. നോട്ടിഫൈഡ് ലിമിറ്റ് 3 lakhs ആണ്. നെക്സ്റ്റ് 10 months ആവറേജ് സാലറി എന്ന് വെച്ചാൽ ആവറേജ് സാലറി ഇൻറ്റു 10. ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 10 months ആവറേജ് സാലറി ആയിരിക്കും. അപ്പം നമ്മൾ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ 10 മാസത്തെ. നെക്സ്റ്റ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ആക്ച്വൽ എമൗണ്ട് ഓഫ് ലീവ് എൻകാഷ്മെന്റ് റിസീവ്ഡ്. നെക്സ്റ്റ് ആവറേജ് സാലറി ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് ലീവ് ഡ്യൂ. ആവറേജ് സാലറി നമുക്കറിയാം ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് ലീവ് ഡ്യൂ. ഈ ലീവ് ഡ്യൂ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെന്ന് താഴെയുണ്ട്. ലീവ് ഡ്യൂ ഇസ് കാൽക്കുലേറ്റഡ് ബൈ ടേക്കിംഗ് 1 month ലീവ് ഡ്യൂ ഫോർ എവറി 1 year ഓഫ് കംപ്ലീറ്റഡ് സർവീസ് ലെസ് ലീവ് ഓൾറെഡി എൻകാഷ്ഡ്. ഈ ലീവ് ഡ്യൂ കണ്ടുപിടിക്കുന്നത് നോർമലി നമ്മൾ ഇൻകം ടാക്സ് പേർപ്പസിന് പറയുന്ന ഒരു വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തെ ഏൺഡ് ലീവിന് എലിജിബിലിറ്റി ഉണ്ടെന്നാണ്. ചിലപ്പോൾ അത് എംപ്ലോയർ കൊടുക്കുന്നത് അതിൽ കൂടുതലോ കുറവോ എന്തായിക്കോട്ടെ, നമ്മൾ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ 1 year എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 month ലീവ് അയാൾക്ക് ഉണ്ടെന്ന രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് 1 year എന്ന് പറയുന്നത് അത് കംപ്ലീറ്റഡ് ഇയർ ആയിരിക്കണം. നമ്മൾ അതിൻ്റെ മന്ത്സ് ഒന്നും കൺസിഡർ ചെയ്യില്ല. കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഇയർ അയാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് 1 month ലീവിനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അത് അയാൾക്ക് ശരിക്കും അയാളുടെ കയ്യിലിരിക്കുന്ന എലിജിബിൾ ലീവാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന നമ്പർ ഓഫ് മന്ത്സ് ലീവ് ഡ്യൂ ആണ്. അയാൾക്ക് ഡ്യൂ ആയിരിക്കുന്ന ലീവാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ അയാൾക്ക് ഇത്രയും, ഇപ്പോൾ അയാൾ 10 വർഷം വർക്ക് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 10 months ലീവ് എടുക്കാം. അതിൽ അയാൾ 2 മാസത്തെ ലീവ് ഓൾറെഡി എടുത്തിട്ടുണ്ട്, പിന്നെ എത്ര ഡ്യൂ ഉള്ളൂ? 8 months അല്ലേ. അതാണ് ലീവ് ഡ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഇയറിന് 1 month ആയിട്ട് എടുക്കാം. ലെസ് ലീവ് ഓൾറെഡി എൻകാഷ്ഡ്. ഓൾറെഡി എൻകാഷ് ചെയ്തിരിക്കുന്ന ലീവ് അല്ലെങ്കിൽ അവൈൽ ചെയ്തിരിക്കുന്ന ലീവ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് മന്ത്സ് ലീവ് ഡ്യൂ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 4 കണ്ടീഷൻ. ഒന്നാമത്തെ നോട്ടിഫൈഡ് ലിമിറ്റ് 3 lakhs, രണ്ടാമത്തെ 10 months ആവറേജ് സാലറി ആവറേജ് സാലറി ഇൻറ്റു 10, പിന്നെ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, അത് കഴിഞ്ഞിട്ട് ആവറേജ് സാലറി ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് ലീവ് ഡ്യൂ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ടോട്ടൽ എത്രയാണ് അവൈലബിൾ ആയിരിക്കുന്ന ലീവ് മൈനസ് എത്ര ലീവ് നമ്മൾ എടുത്തു.
The average salary means 10 months average salary preceding the date of retirement. റിട്ടയർമെൻറ്റ് തൊട്ട് മുന്നത്തെ 10 മാസത്തെ ലീവിനാണ് സാലറിക്കാണ് നമ്മൾ ആവറേജ് സാലറി എന്ന് പറയുന്നത്. അതിന് സാലറി കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ്. സാലറി ഈക്വൽ ടു ബേസിക് സാലറി പ്ലസ് ഡി എ. ഡി എ ഏത് കേസിൽ മാത്രമേ വരുള്ളൂ? ഇഫ് എൻറ്റേഴ്സ് വെച്ചാൽ ഡി എ എൻറ്ററിങ് ടു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ഡി എ ഫോമിംഗ് പാർട്ട് ഓഫ് പേ, അല്ലെങ്കിൽ ഡിയർനെസ് പേ. ഈ 3 രീതിയിൽ തന്നാലും ഡി എ നമ്മൾ എടുത്താൽ മതി. പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ. കമ്മീഷൻ നമുക്ക് ടേൺ ഓവറിൻ്റെ മേലെ എന്ന് പറഞ്ഞിട്ട് കമ്മീഷൻ തരുവാണെങ്കിൽ ആ കമ്മീഷനും എടുക്കാം. അപ്പം അങ്ങനെയാണ് നമ്മൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിലും നമ്മൾ സാലറി ഇൻറ്റു 10, സാലറി ഇൻറ്റു ലീവ് ഡ്യൂ ഒക്കെ വരുന്നില്ലേ? അപ്പോൾ അവിടെ സാലറി കാൽക്കുലേഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലീവ് എൻകാഷ്മെൻറ്റ് സിറ്റുവേഷൻസ് വരുന്നുള്ളൂ. ഒന്നാമത്തത് ലീവ് എൻകാഷ് ചെയ്യുന്നത് ഡ്യൂറിങ് സർവീസ് ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ടാക്സബിൾ ആണ്. റിട്ടയർമെൻറ്റ് ടൈമിലാണെങ്കിൽ അത് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. ബാക്കിയുള്ളവരുടെ കേസിൽ നമ്മൾ ഈ 4 കണ്ടീഷൻസ് എടുക്കുക. അതിൽ ലീസ്റ്റ് എമൗണ്ട് എക്സംപ്റ്റഡ് ആക്കുക. അപ്പോൾ എക്സംപ്റ്റഡ് ആയി കഴിഞ്ഞാൽ ടാക്സബിൾ എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ടാക്സബിൾ ഈക്വൽ ടു ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ് എമൗണ്ട് അല്ലേ? നമ്മൾ മറ്റേ ക്വസ്റ്റിനൊക്കെ ചെയ്തതുപോലെ. അപ്പോൾ ഇത്രയാണ് ലീവ് എൻകാഷ്മെൻറ്റ് സിറ്റുവേഷൻ വരുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Miss Durga retired on 1st August 2021 and received 1,76,000 as leave encashment. ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന 1st August 2021 ആൻഡ് റിസീവ്ഡ് 1,76,000 as leave encashment. അപ്പോൾ പറയുമ്പോൾ റിട്ടയർമെൻറ്റിലാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യണം അല്ലേ? ഡ്യൂറിങ് സർവീസ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ടാക്സബിൾ ആണ്. ഇപ്പോൾ ഇവിടെ റിട്ടയർമെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഷീ ഹാഡ് 23 years and 10 months of service at the time of retirement. കംപ്ലീറ്റഡ് ഇയർ 23 ആണ്. മന്ത്സ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ 23 years വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീവ് അവൈലബിൾ ആയിട്ട് എത്ര കിട്ടും? 23 months. അതിൽ നമുക്ക് ഇവിടെ കമ്പനി എത്ര കൊടുക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ദ കമ്പനി അലൗസ് 50 days ലീവ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദ എംപ്ലോയീസ് ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമ്പനി അലൗ ചെയ്യുന്നത് 50 days ആണ്. ഒരു വർഷത്തിന് 50 days. പക്ഷെ നമ്മൾ എത്ര എടുക്കാൻ പാടുള്ളൂ? ഒരു വർഷത്തിന് 1 മാസം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കാൽക്കുലേഷനിൽ. While in service, she had availed 8 months leave. അപ്പോൾ 23 ലീവ് അവർക്ക് എടുക്കാമായിരുന്നു. പക്ഷെ അതിൽ 8 months ലീവ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പോൾ ബാക്കി മാത്രമേ നമുക്ക് ലീവ് ഡ്യൂ ഉള്ളൂ. At the time of retirement, she was receiving 10,000 basic salary. ബേസിക് സാലറി തന്നിട്ടുണ്ട്. 10,000 ആണ് ബേസിക് സാലറി റിസീവ് ചെയ്തുകൊണ്ടിരുന്നത്. 5,000 ഡിയർനെസ് അലവൻസ്. ഡിയർനെസ് അലവൻസ് ആയിട്ട് 5,000 റിസീവ് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ 50% ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആണ്. 5,000ൽ 50% ആണ് നമ്മൾ ഫോമിംഗ് പാർട്ട് ഓഫ് പേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷനിൽ സാലറിയിൽ ഫോമിംഗ് പാർട്ട് ഓഫ് പേ മാത്രമേ എടുക്കേണ്ടുള്ളൂ അല്ലേ? അതുകൊണ്ട് അതിന് 50% എടുത്താൽ മതി. നെക്സ്റ്റ് 3,000 ബോണസ്. ബോണസ് നമ്മുടെ കാൽക്കുലേഷനിൽ എവിടെയും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. 2,000 ആസ് HRA മന്ത്ലി. അപ്പോൾ HRA നമ്മളോട് കാൽക്കുലേഷനിൽ എവിടെയും പറഞ്ഞില്ല. അപ്പോൾ HRA നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ കമ്പ്യൂട്ടേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇവിടെ അതില്ലാത്ത ഐറ്റംസ് തന്നു കഴിഞ്ഞാൽ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ട് ടാക്സബിൾ ലീവ് സാലറി ഇഫ് എനി ഫോർ ദ ഇയർ 2021-22. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടീഷൻസ് ചെയ്താൽ അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കുക. നമുക്ക് ആദ്യം കണ്ടീഷൻസ് എഴുതി വെക്കണം. കണ്ടീഷൻസിൽ ഒന്നാമത്തെ കണ്ടീഷൻ നോട്ടിഫൈഡ് ലിമിറ്റ് 3 lakhs. രണ്ടാമത്തത് 10 months ആവറേജ് സാലറി. മൂന്നാമത്തത് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. നാലാമത്തെ ആവറേജ് സാലറി ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് ഡ്യൂ. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ആദ്യം കണ്ടീഷൻസ് എഴുതി വെക്കാം. അപ്പോൾ കണ്ടീഷൻസിനെ ഇനി നമുക്ക് ഫിഗേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ നോട്ടിഫൈഡ് ലിമിറ്റ് 3 lakhs. അപ്പോൾ 3 lakhs തന്നെ അല്ലേ? നെക്സ്റ്റ് 10 months ആവറേജ് സാലറി. അപ്പോൾ ആവറേജ് സാലറി എങ്ങനെയാണെന്ന് നോക്കണം. ആവറേജ് സാലറി നമ്മളോട് സാലറി ഈക്വൽ ടു ആവറേജ് സാലറി നമ്മൾ 10 months നോക്കേണ്ടത് മീൻസ് ആവറേജ് ആയിട്ടൊക്കെ എടുക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ സാലറി ചേഞ്ച് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് തന്നിരിക്കുന്ന ബേസിക് സാലറി തന്നെയാണ് എടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ സാലറി കാൽക്കുലേഷൻ എങ്ങനെയാണ്? ബേസിക് സാലറി പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ പ്ലസ് കമ്മീഷൻ ആസ് ടേൺ ഓവർ അല്ലേ? അപ്പോൾ ഇവിടെ അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ബേസിക് സാലറി തന്നിട്ടുണ്ട് 10,000. അപ്പോൾ അത് നമ്മൾ എടുത്തു. പിന്നെ ഡിയർനെസ് അലവൻസ് തന്നിട്ടുണ്ട് 5,000. അതിൽ 50% ഫോമിംഗ് പാർട്ട് ഓഫ് പേ. അപ്പോൾ 5,000 നമ്മൾ എടുക്കണ്ട, 2,500 എടുത്താൽ മതി. പിന്നെ നമുക്ക് ബോണസ് തന്നിട്ടുണ്ട്. ബോണസ് നമ്മുടെ കണ്ടീഷൻസിലില്ല. HRA ഉണ്ട്, HRA നമ്മുടെ കണ്ടീഷൻസിലില്ല. അപ്പോൾ 10,000 2,500 ആണ് നമ്മുടെ സാലറി ഇൻറ്റു 10 months ആവറേജ് സാലറി ആകുമ്പോൾ ഇൻറ്റു 10 അല്ലേ? അപ്പോൾ 1,25,000 അതെടുത്തു. നെക്സ്റ്റ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് നമ്മൾ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 1,76,000 ആണ്, അതെടുത്തു.
നെക്സ്റ്റ് ആവറേജ് സാലറി ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് ലീവ് ഡ്യൂ. അപ്പോൾ ആവറേജ് സാലറി നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 12,500. നമ്പർ ഓഫ് മന്ത്സ് ഓഫ് ലീവ് ഡ്യൂ എങ്ങനെയായിരുന്നു? അവളുടെ ടോട്ടൽ ഇയേഴ്സ് നോക്കാം. ടോട്ടൽ ഇയേഴ്സ് 23 ആണ്. ടോട്ടൽ ഇയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 23 മന്ത്സ് മൈനസ് ഓൾറെഡി എടുത്തിരിക്കുന്ന ലീവ് 8 മന്ത്സ്. അപ്പോൾ 23 മൈനസ് 8 എന്ന് വെച്ചാൽ 15 വരും. അപ്പോൾ 12,500 ഇൻറ്റു 15 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 1,87,500. നമ്മൾ ചെയ്യേണ്ടത് ലീസ്റ്റ് എമൗണ്ട് എടുക്കുക. ഇതിൽ ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുമ്പോൾ വരുന്നത് 1,25,000 ആണ്. ഏറ്റവും ചെറിയ എമൗണ്ട് അല്ലേ 4 എമൗണ്ടിലും. അപ്പോൾ ലീസ്റ്റ് എമൗണ്ട് നമുക്ക് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ടാക്സബിൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആക്ച്വൽ മൈനസ് എക്സംപ്റ്റ്. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് 1,76,000 ആണ്. മൈനസ് എക്സംപ്റ്റ് എമൗണ്ട് നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 1,25,000 ആണ്. അപ്പോൾ അതിൽ നിന്ന് അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടാക്സബിൾ എമൗണ്ട് 51,000. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാർഡസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്കിന്ന് ഇൻകം ഫ്രം സാലറിയിൽ ലീവ് എൻകാഷ്മെൻ്റ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ, സിറ്റുവേഷൻസ് എങ്ങനെയാണ് വരുന്നത്, അത് പ്രോബ്ലത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം.